ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നത് പലരുടെയും സ്വപ്നമാണ്. എന്നാൽ അതിനുവേണ്ടിയുള്ള യാത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നാക്കത്തിൽ കഴിയുന്നവർക്കാണ് ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. കുറവുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയും അനവധി ത്യാഗങ്ങളിലൂടെയും കടന്നുപോയിട്ട് മാത്രമേ അവർക്ക് വിജയത്തിന്റെ നെഞ്ചിലേറാൻ കഴിയൂ. എന്നാൽ ആകെയുള്ള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകും എന്നതാണ് പലരും ജീവിതത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇവിടെ പറയുന്ന കഥയും അതുപോലെയാണ്. വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോയ ഒരു യുവാവിന്റെ ജീവിതത്തിലേക്കാണ് പോകുന്നത്. ദാരിദ്ര്യത്തിന്റെയും ഉപേക്ഷിക്കപ്പെട്ടതിന്റെയും അനുഭവങ്ങളുടെയും ഇടയിൽ നിന്ന് ആത്മവിശ്വാസം ഉറച്ച നിശ്ചയവുമാണ് അദ്ദേഹത്തെ ഉയർത്തിയത്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അദ്ദേഹം ഒരു ആത്മവിശ്വാസം തന്നെയാണ്. മറ്റാരുമല്ല, ചേതൻ കുമാർ മീണ. കോട്ടയത്തിന്റെ 50ാം കളക്ടറായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ വിജയത്തിലേക്ക് എത്തിപ്പെട്ടതിന്റെ കഥയാണിത്. സുവർണ നഗരി എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ജയ്സൽമേറയിലൂടെയാണ് ഈ അത്യന്തം പ്രചോദനമേകുന്ന പോരാട്ടകഥ ആരംഭിക്കുന്നത്. വെറും സ്വപ്നങ്ങളല്ല, അതിന് പിന്നിലുണ്ടായിരുന്ന വിശ്വാസവും കഠിനാധ്വാനവുമാണ് കഥയുടെ ആധാരം. ചേതന്റെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്. ജയ്സൽമീറിന്റെ അതിർത്തി പ്രദേശത്താണ് ചേതൻ കുമാർ മീണയുടെ കുടുംബം താമസിച്ചിരുന്നത്. പഠനത്തിലും വ്യക്തിത്വ വികസനത്തിലും മുൻനിരയിൽ നിന്നെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷേ പഠനത്തിൽ മിടുക്കനായതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയും പഠിപ്പിക്കുന്നതിനു വേണ്ടി അവന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടു. ചേതന് IIT-യിൽ പ്രവേശനം നേടണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ +2 കഴിഞ്ഞ ശേഷം അതിനാവശ്യമായ കോച്ചിംഗ് നേരിടുന്നതിനുള്ള സാമ്പത്തിക ശേഷി കുടുംബത്തിനുണ്ടായിരുന്നില്ല. അതിനാൽ ആ ആഗ്രഹം താൽക്കാലികമായി വെറുതെ വിട്ടു. ബിരുദം പൂർത്തിയാക്കിയ ശേഷം സിവിൽ സർവീസിലേക്ക് ലക്ഷ്യം തിരിയുമ്പോഴും അവന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സിലൊരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പഠനത്തിനു വേണ്ടിയുള്ള ചെലവുകൾ കണ്ടെത്തുന്നതിന് പകൽ മുഴുവൻ ജോലി ചെയ്തു. രാത്രിയിൽ കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചു. അമ്മ നൽകിയ സ്വർണമാല വിറ്റ് കണ്ടെത്തിയ പണം പഠനത്തിന് സഹായകമായി. അവസാനം ആദ്യ ശ്രമത്തിൽ തന്നെ ചേതൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 594ാമത്തെ റാങ്ക് കരസ്ഥമാക്കി. പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പിതാവിന് മാരക രോഗമാണെന്ന വാർത്ത അറിയുന്നത്. അതിന്റെ സമ്മർദ്ദത്തിലാണ് പരീക്ഷ എഴുതിയത്. എന്നിട്ടും ലിസ്റ്റിൽ ഇടം കണ്ടെത്തി. IAS കിട്ടുമെന്ന് ഉറപ്പായി. ആ വാർത്തയറിഞ്ഞ് സന്തോഷമായെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പിതാവ് വിട പറഞ്ഞു. ചേതനെ കാണുമ്പോഴെല്ലാം നീ ഒന്നുമല്ല, പഠിച്ചാൽ ഒരു കാര്യവുമില്ലെന്ന് ജാതീയ അധിക്ഷേപം ചൊരിഞ്ഞയാളെ സിവിൽ സർവീസ് നേടിയ ശേഷം ചേതൻ കണ്ടെത്തി. കൈകൾ വിടർത്തി കെട്ടിപ്പിടിച്ചു, കാലിൽ തൊട്ടു വന്ദിച്ചു. അതായിരുന്നു ചേതന്റെ മധുര പ്രതികാരം. ചേതന് സമൂഹമാധ്യമങ്ങളിൽ 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. ബഞ്ചി ജമ്പിംഗ് അടക്കം സാഹസിക പ്രവർത്തനങ്ങളും യാത്രയുമാണ് ഇഷ്ടമേഖല. ഡൽഹി കേരള ഹൌസിൽ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ചുമതലയിൽ നിന്നാണ് കോട്ടയത്തേക്ക് എത്തുന്നത്. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ശാലിനി മീണയാണ് ജീവിത പങ്കാളി. പാലക്കാട് ജില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ട്രെയിനിംഗ് ഒക്കെ. പിന്നീട് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലും പ്രവർത്തിച്ചിരുന്നു. അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് പോയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.